തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് അശ്ലീല സന്ദേശം അയച്ച AIADMK നേതാവിനെ ചൂലുകൊണ്ട് തല്ലി യുവതികൾ. കാഞ്ചീപുരം കുന്ത്രത്തൂരിലെ പാർട്ടി ജോയിന്റ് സെക്രട്ടറി M. പൊന്നമ്പലത്തിന് എതിരെയാണ് പ്രതിഷേധം ഉയർന്നത്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, വിവരങ്ങൾ എന്താണ് റഹീസ്? കാഞ്ചീപുരത്തെ കുന്ത്രട്ടൂരിലെ AIADMK ജോയിന്റ് സെക്രട്ടറിയാണ് പൊന്നമ്പലം. ഇയാൾക്ക് അവിടെ കുറെ വീടുകളൊക്കെ ഉണ്ട്. അത് വാടകയ്ക്ക് കൊടുത്തും മറ്റുമൊക്കെയാണ് ഇയാൾ പണമുണ്ടാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ 2 യുവതികൾ ഇയാളുടെ ഒരു വീട്ടിൽ താമസിച്ചിരുന്നു. ഈ യുവതികൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയത് മുതൽ തന്നെ ഇയാൾ ഇവരെ ശല്യം ചെയ്തിരുന്നു. വാട്സപ്പിൽ അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, ഫോൺ ചെയ്യുക, ഒപ്പം തന്നെ രാത്രി വീഡിയോ കോൾ ചെയ്യുക, അങ്ങനെ നിരന്തരം ഇവർക്ക് ശല്യമായിരുന്നു. ഇതിനെ തുടർന്ന് 3 ആഴ്ച മുമ്പ് യുവതികൾ ഈ വീട് വിട്ടുപോയി. 2 പേർ ചേർന്നായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. പിന്നാലെ അതിനുശേഷവും ഇയാൾ ഇവരെ ഇത്തരത്തിൽ ശല്യം ചെയ്യുന്ന രീതി തുടർന്നു. ശേഷമാണ് ഇയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി യുവതികൾ ചൂൽ പ്രയോഗം നടത്തിയത്. വീട്ടിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ ഒരു യുവതി മാത്രം ഉണ്ടാകുമെന്നാണ് ഇയാൾ കരുതിയത്. പക്ഷേ അവിടെ ഒരു 7-8 പേരുണ്ടായിരുന്നു. യുവതികളുടെ സുഹൃത്തുക്കളെയൊക്കെയും ചേർത്താണ് ഇവർ വീട്ടിൽ സജ്ജരായിരുന്നത്. എല്ലാവരുടെയും കയ്യിൽ ചൂലുകളും ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് കയറിയതും ഇയാളെ ചൂലുകൊണ്ട് അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 10-20 മിനിറ്റ് ഇയാളെ ആ വീട്ടിലിരുത്തി ചൂൽപ്രയോഗമൊക്കെ നടത്തിയതിന് ശേഷമാണ് യുവതികൾ ഇയാളെ പറഞ്ഞു വിട്ടത്. അങ്ങനെ ആ ദൃശ്യങ്ങൾ ഇവർ തന്നെ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഇവർ ഇത് പോലീസിനും കൈമാറി. പോലീസ് എന്തായാലും എത്തി ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പൊന്നമ്പലത്തിന് പിന്നാലെ തന്നെ പാർട്ടിയും പണി കൊടുത്തു. കാരണം ഇയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അടക്കം ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ നിയമ നടപടികൾ തുടരുകയാണ്. റീജിത്ത്. ശരി, മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകുകയായിരുന്നു ചെന്നൈയിൽ നിന്ന്.